നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ കുവൈറ്റിൽ ഇന്ത്യക്കാരുടെ മരണനിരക്കിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ കുവൈറ്റിൽ മരിച്ചത് 818 ഇന്ത്യക്കാരാണെന്നാണ് കണക്കുകൾ പ്രകാരം വ്യക്തമാകുന്നത്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരമാണ് ഇന്ത്യക്കാരുടെ മരണനിരക്കിൽ വൻ വർധനവ് ഉണ്ടായതായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ 816 പേരാണ് മരണമടഞ്ഞത്. മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന മരണനിരക്കാണ് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ ശരാശരി 450 മുതൽ 500 വരെ ഇന്ത്യക്കാരാണ് പ്രതിവർഷം കുവൈറ്റിൽ മരിച്ചത്. എന്നാൽ ഈ വർഷം 6 മാസത്തിനിടയിൽ മാത്രം 818 ഇന്ത്യക്കാരാണ് മരിച്ചത്. ഈ വർഷം ഇന്ത്യക്കാരുടെ മരണനിരക്കിൽ ഇരട്ടിയിലധികം വർധനവ് ഉണ്ടായെന്നാണ് കണക്കുകൾ പ്രകാരം വ്യക്തമാക്കുന്നത്. അതേസമയം മരണപ്പെട്ടവരിൽ കോവിഡ് രോഗികളും ഉൾപ്പെടുകയാണ്. എന്നാൽ കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം കോവിഡ് മൂലം മരണമടയുന്നവരുടെ രാജ്യം തിരിച്ചുള്ള കണക്ക് പുറത്തുവിടുന്നത് നിർത്തലാക്കിയതോടെ കോവിഡ് ബാധിച്ചു മരിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കണക്കാക്കാൻ സാധിക്കാതെയായി. ഇന്ത്യൻ എംബസി പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം മെയ് മാസത്തിൽ മരണമടഞ്ഞ 59 പേരിൽ 50 പേരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോവുകയും 9 പേരെ കുവൈറ്റിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തു. ജൂൺ മാസത്തിൽ മാത്രം 124 പേരും, ജൂലൈ മാസത്തിൽ 288 പേരും, ഓഗസ്റ്റ് മാസത്തിൽ 172 പേരും, സെപ്റ്റംബർ മാസത്തിൽ 137 ഇന്ത്യക്കാരുമാണ് വിവിധ കാരണങ്ങളാൽ മരിച്ചത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ജൂലൈ മാസം വ്യോമഗതാഗതം തടസ്സപ്പെട്ടതിനാൽ തന്നെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാതെയായി. പിന്നീട് കാർഗോ വിമാനങ്ങളിലാണ് മൃതദേഹങ്ങൾ മാത്രം കൊണ്ടുപോയിരുന്നത്. ഈ കാലയളവിൽ മാത്രം മരണമടഞ്ഞവരിൽ ഭൂരിഭാഗം പേർക്കും കോവിഡ് പോസിറ്റീവ് ആയിരുന്നതിനാൽ തന്നെ 458 പേരുടെ മൃതദേഹങ്ങൾ കുവൈറ്റിൽ തന്നെ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം സംസ്കരിക്കുകയാണ് ചെയ്തത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.